ഫ്ലവേഴ്സ് കയ്യിൽ വെച്ചോ. ഇതെന്താന്ന് മനസ്സിലാവുന്നുണ്ട് ആർക്കെങ്കിലും? മനസ്സിലാവുന്നെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടാണ്. 12 പടങ്ങളുണ്ട് ഇവിടെ. 12 പടങ്ങളാണ്. ഇതെന്താ വെച്ചാൽ ലാസ്റ്റ് സഫറാണ്. ജീസസ് ആ ശിഷ്യന്മാർ കഴിച്ച പാത്രങ്ങളാണിത്. ഇത് എൻ്റെ ഭാവനയിലാണ് കേട്ടോ. അങ്ങനെ തന്നെ ഉണ്ടാവണമെന്നല്ല, എൻ്റെ കൊച്ചു ഭാവനയിലുണ്ട്. ഞാൻ 12 ശിഷ്യന്മാരും ഇത് വന്ന് അമ്മ കൊച്ചുങ്ങൾ. ഇത് ഉമ്മാച്ചു, ഞാൻ അഭിനയിച്ച ഒരു പാത്രം, ഒരു കഥാപാത്രം. അത് വന്ന് മനസ്സിനക്കരയിൽ ഉള്ള കൊച്ചു ത്രേസ. ഇത് പോൾ. സൈലന്റ് സൈലന്റ് സൈലന്റ്. ഞാൻ വന്ന് വാസ്തവത്തിൽ ഇതൊരു ബിസിനസ്സായിട്ടല്ല ഞാൻ തുടങ്ങിയത്. എൻ്റെ ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടിയോ എനിക്കൊരു നേരമ്പോക്കിന് വേണ്ടിയാണ് ഇത് തുടങ്ങിയത്. പക്ഷേ കോമൺ സെൻസും പിന്നെ ഇവരെല്ലാവരും കൂടി ഇത് വന്ന് ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. കാരണം ഇത് വന്നിപ്പോൾ ക്യാൻസർ പേഷ്യൻസിന് വേണ്ടിയാണ് ഇത് ഇതെല്ലാം പ്രതീക്ഷിച്ചിരിക്കുന്നത്. എല്ലാവരും ഇതിന് വരണം. ഇതാരും ഒരു ഡൊണേഷനായിട്ട് വിചാരിക്കാൻ പാടില്ല. ഒരു പുണ്യകാര്യത്തിന് വേണ്ടി ഈ പടങ്ങളൊക്കെ മേടിക്കണം. അവരെ കൊണ്ടാവുന്നതൊക്കെ ചെയ്യണം എന്നാണ് ഞാൻ തീരുമാനം. ഞങ്ങൾ ഇനിയും ഞങ്ങളുടെ ക്രൂ ഉണ്ടല്ലോ, ഞാന് പിന്നെ ജീവൻ ടിവിയിലെ ബേബി മാത്യു, പിന്നെ റോബിൻസൺസ്, ഫെഡറൽ ബാങ്ക്, ഞങ്ങളെല്ലാം കൂടി തീരുമാനിക്കും ഇത് എങ്ങനെയാണ് ആർക്കാണ് കൊടുക്കണമെന്ന്. എന്ന് വെച്ചാൽ ഒരുപാട് പേര് ഞങ്ങളെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾ കൊടുക്കണം, ഞങ്ങൾ 10 ക്യാൻസർ രോഗികളെ ഞങ്ങൾ നോക്കുന്നുണ്ടോ നോക്കാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ അതൊരു ഫേക്കായിരുന്നു, ഒന്നല്ലായിരുന്നു. അത് കാരണം ഇത് കറക്റ്റായിട്ട് അന്വേഷിച്ചിട്ട് ഞങ്ങൾ കഴിയുന്നത്ര സിൻസിയറായിട്ട് കൊടുക്കും. ഇത് വന്ന് ഒരു 40 കൊല്ലം മുമ്പ് വരച്ചതുകൊണ്ട് ഇപ്പൊ വരുന്നതിന് 2 ദിവസം മുമ്പ് വരച്ചതുകൊണ്ട് 2 ദിവസം മുമ്പ് വരച്ചതുണ്ട്. ഇങ്ങനെ പല കാലഘട്ടങ്ങളിൽ വരച്ചതാണ്. അങ്ങനെയല്ല, അതൊക്കെ ഓരോ മൂഡ് അനുസരിച്ചാണ്. ചില സമയം 2 മണിക്കൂറിൽ വരയ്ക്കും, ചില സമയം 6 മാസമാവും വരയ്ക്കാനായിട്ട്. അങ്ങനെയൊന്നും പറയാനൊക്കെ ചിത്രവും കഥയും ഒക്കെ ഓരോ സമയം നമ്മുടെ മനസ്സ് പോലെയാണ് കഥ എഴുതുന്നത്. അങ്ങനെയൊന്നും മോഡലില്ല. എനിക്ക് ഒരു ഗുരുവില്ല. ഞാൻ തന്നെത്താനെ ഇതൊക്കെ വരയ്ക്കാൻ തുടങ്ങിയതാണ്. സ്കൂൾ ഡേയ്സിൽ നിന്ന് വരച്ചതാണ്. ചുമ്മാ എന്റെ ഭാവനയിൽപ്പെട്ടതാണ്. ഇതൊന്നും വലിയ ഞാനൊരു ചിത്രകാരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇത് സാധാരണ ആള് ഇങ്ങനെ വരയ്ക്കുന്നു, അത്രേ ഉള്ളൂ. മറ്റൊന്ന് ഷീലാമ്മ ഇന്നലെ പറഞ്ഞ ആ വാക്ക് വലിയ ചർച്ചയായിട്ട് വരികയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഇവിടെ വന്നിട്ട് ചിത്രത്തിന്റെ പ്രദർശനത്തിന് വേണ്ടിയാണ്. അപ്പൊ ഞാൻ എന്തോ ഇന്നലെ പറഞ്ഞപ്പോ അതായിരുന്നു എല്ലാ സോഷ്യൽ മീഡിയയിലെല്ലാം വന്നത്. നിങ്ങൾ അത്തരം ഒരു അഭിപ്രായങ്ങൾ വരുമ്പോഴേ മുമ്പൊക്കെ നിർമാല്യം പോലൊരു സിനിമ ഇറങ്ങിയപ്പോ ഇത്തരം അത് ഇന്നത്തെ കാലത്തായിരുന്നെങ്കിൽ ഒരു പക്ഷെ വലിയ പടങ്ങളൊക്കെ ഞാൻ തന്നെ വരച്ചതാണ്, വേറെ ആരും വരച്ചതല്ല.
ഇതൊക്കെ എന്റെ കൈകൊണ്ട് ഞാൻ വരച്ച പടങ്ങളാണ്. നിങ്ങൾ എല്ലാവരും പത്രക്കാരെ വിചാരിക്കാൻ പഠിച്ച നിങ്ങൾ വിചാരിച്ച ലോകം നന്നാക്കാനും ചീത്തയാക്കാനും നിങ്ങളുടെ കയ്യിലാണ്. ഇപ്പോൾ ഈ ഞങ്ങളെല്ലാവരും ആർട്ടിസ്റ്റ് എല്ലാവരും പേടിക്കുന്നത്, ഞങ്ങളുടെ അച്ഛനമ്മയേക്കാൾ പേടിക്കുന്നത് നിങ്ങളെയൊക്കെയാണ്. അച്ഛനമ്മയെ പോലെ ഞങ്ങൾക്ക് പേടിയില്ല. സത്യത്തിൽ നിങ്ങളുടെ കയ്യിൽ എല്ലാം ഉണ്ട്. ഒരു നല്ലത് ചെയ്യാനും ചീത്തയ്ക്ക് എപ്പോൾ ഈ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി നിങ്ങളെ കൊണ്ടാവുന്ന നിങ്ങളൊരു പബ്ലിസിറ്റി കൊടുക്കണം. അത്രയേ ഉള്ളൂ. ഞാൻ എനിക്കറിയില്ല. അതൊക്കെ ഞാനൊരു ബിസിനസ്സാരിയല്ല. ബിസിനസ് ചെയ്യുന്ന ഇവരാണ് കോമൺ സെൻസും പിന്നെ ഫെഡറൽ ബാങ്ക് ഇവരാണ് വിലയൊക്കെ നിശ്ചയിക്കുന്നത്. എനിക്കിതിനെ പറ്റി യാതൊന്നും ഇല്ല. നിങ്ങളുടെ കയ്യിലാണ്. ഇപ്പോൾ നിങ്ങളുടെ ഒരു പത്രക്കാരെല്ലാവരും കൂടി ഒരു പുണ്യകാര്യം ചെയ്തായിട്ട് വിചാരിച്ച് നിങ്ങളെല്ലാം കൂടി ഇതിനു വേണ്ടി നല്ലൊരു പബ്ലിസിറ്റി അത്രേ ഉള്ളൂ. വേറെ പടങ്ങൾക്കൊക്കെ എന്തെല്ലാം പബ്ലിസിറ്റിയാണ് നിങ്ങൾ കൊടുക്കുന്നത്. അതുപോലെ ഇതിന്റെ